നല്ല മഴയാണല്ലേ എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇതാ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒന്നും വെള്ളമൊന്നും കയറൂല കേട്ടോ. നിങ്ങളവിടെയൊക്കെ വെള്ളമൊക്കെ കയറുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? അപ്പം അങ്ങനെ ഇന്നിപ്പോൾ കുറച്ചൊരു ചോർച്ച ഉണ്ട്. രാവിലെ ഒന്ന് പെയ്തൊക്കെ പോയതാണ്. അപ്പോൾ ഇപ്പം നല്ലൊരു ചോർച്ച ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ അതാ മുറ്റത്തേക്ക് അപ്പുറത്തെ വീട്ടിലത്തെ ഷീറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും കേട്ടോ. അതാണ് അവിടെ ഇങ്ങനെ ബക്കറ്റ് വെച്ച് കൊടുത്തത്. അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും വന്ന് റെഡിയാക്കി തരുമായിരിക്കും. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഇതാ മഴയൊക്കെ ഒന്ന് ചാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇതാ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട്. നേരെ പിന്നെ ഇതാ 3 മുട്ട ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും എൻ്റെ ട്രൈപ്പോഡ് ഒന്ന് താഴേക്ക് ഇതായിപ്പോയതാണ്. പിന്നെ അതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിൻ്റെ ശേഷം ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാനിതാ എന്നിട്ട് അതിലേക്കൊരു കുറച്ച് വെള്ളം മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൂട്ടി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെക്കുന്നുണ്ട് കുറച്ച് സമയം. നമുക്ക് മുട്ടയൊക്കെ വേകുമ്പോഴേക്കൊക്കെ ആയാൽ മതിയല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കണ്ടേ, മുട്ടക്കറി. അപ്പോൾ ഇതൊരു വെറൈറ്റി മുട്ടക്കറിയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടോ, വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തതിനെ കൊണ്ടാണ്. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരണേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാൽ മതി. തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ തക്കാളിയോ എന്ത് കൂടിയുണ്ടെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടിയും കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാൽ നിങ്ങളെടുത്ത് ഇനിയിപ്പോൾ പാക്കറ്റ് പാലല്ല, അത് സൊസൈറ്റിയിൽ നിന്നൊക്കെ കിട്ടുന്ന പാലാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് തിളപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ചില്ലേ ദോശമാവ്, അതും കൂടി ഇതിലേക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവിയോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 മുട്ട നമ്മൾ വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് കുറുകി വരണ്ട. എന്നിട്ട് മല്ലിയിലയും കറിവേപ്പിലയും ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് അവിടെ അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ കറി അവിടെ സെറ്റായി. നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്ക്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. പിന്നെ ഒന്ന് സ്ക്വയർ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ദോശയും നല്ല സൂപ്പറാണ്. ദോശ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയും മുട്ടയും ഒക്കെ ഇട്ടതിനെ കൊണ്ട് തന്നെ. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മളെ ദോശ അടിപൊളി ദോശയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഉണ്ടാക്കിയ സമയത്ത് പിന്നെ കറി തികഞ്ഞിട്ടില്ല. അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ ഈ ഒരു ദോശയും നമുക്ക് രാവിലെ ചപ്പാത്തിയൊക്കെ ചൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.